ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ലെങ്ത് ഒന്ന് കൂട്ടണമെന്ന്. ഇന്ന് ഞാനൊരു കല്യാണത്തിന് പോയ വീഡിയോ ആണ്. ഇതെൻ്റെ ഫ്രണ്ട് വിസ്തൃത. ഞങ്ങൾ രണ്ടുകൂടെ കായകുളത്ത് നിന്ന് നേരെ ഹർഷിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴി തപ്പുക കേട്ടോ. നമ്മളൊരു സൈഡിൽ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് വഴി തെറ്റി ലൊക്കേഷൻ നോക്കി പോയതാണ്, പക്ഷേ കാര്യം ഉണ്ടായില്ല. അവസാനം നമ്മൾ ഫോൺ വിളിച്ചാണ് വന്നത്. അതുകൊണ്ട് നമ്മളെ കാത്തിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഫ്രണ്ട് ഹർഷ് നിൽപ്പുണ്ട് കേട്ടോ. ചുമന്ന കൊടിയൊക്കെ വീശി കാണിക്കുന്നത്. ഇങ്ങോട്ട് കയറണ്ട എന്നാണെന്ന് തോന്നുന്നു പറയുന്നതേ. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല. നമ്മൾ നേരെ വീട്ടിലേക്ക് ചെന്നു. ഹർഷിൻ്റെ അമ്മമ്മ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇവരുടെയൊക്കെ മേക്കപ്പ് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ലേറ്റായി. കൂട്ടത്തിൽ ഞാനും കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, സൺ പ്രൊട്ടക്ഷൻ ക്രീം മാത്രമുള്ള. ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ച് പോകുമ്പോൾ എനിക്ക് വരുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചെന്ന് വെച്ചാൽ കാറിൽ യാത്ര ചെയ്യുന്നതാണ്. നമുക്ക് പൊതുവേ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വരാറുണ്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ. പൊതുവേ ഞാൻ കേട്ടിട്ടുള്ളത് മിക്ക ആൾക്കാർക്കും ഇങ്ങനെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വരാറുണ്ട് എന്നാണ്. അറിയില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ കുറച്ച് ഷോ കാണിക്കാൻ വേണ്ടി നമ്മളൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ പോയ വഴിക്ക് ഒരു അമ്പലത്തിൽ ഉത്സവമായിരുന്നേ. അതിൻ്റെ ബ്ലോക്കായി കാണുന്നത്. അത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മിസ്സായിരുന്നേ. നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇത് നോക്കിയാൽ ഭയങ്കര ബ്ലോക്കാണ്. അങ്ങനെ ബ്ലോക്കിൽ കിടന്നപ്പോൾ ഏതാണ്ട് ഈ ഐറ്റംസ് വരുന്നത്. പണ്ടത്തെ ആ ബലൂൺ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഉത്സവത്തിന് മുമ്പ് നമ്മൾ ആദ്യം വാങ്ങുന്നത് ആ മത്തങ്ങ ബലൂണായിരുന്നു കേട്ടോ. ഈ പ്രോ ഡ്രൈവർ ഈ നാട് മൊത്തം കൊണ്ടിട്ട് കറക്കിയിട്ട് വരിക. 11:30 പോകേണ്ട കല്യാണത്തിന് ഞങ്ങൾ ഇതാണ്ട് 12:15 ആക്കിയിട്ട് എത്തിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് എല്ലാരും ഉണ്ടിട്ട് തോണ്ട വണ്ടിയെ കയറുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുറ്റമല്ല. റോഡെല്ലാം ബ്ലോക്ക് ആയതുകൊണ്ട് പല വഴിയിൽ കൂടെയാണ് നമ്മൾ വന്നത്. അങ്ങനെ വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു നമുക്ക്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ സദ്യാലയം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ഒരു സൈഡിൽ. എല്ലാവരും കയറുന്നതിന് മുമ്പ് ഞങ്ങൾ കയറി സദ്യ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. നല്ല സദ്യയായിരുന്നു കേട്ടോ. വേറെ ആരും ആ ഹൗളിൽ വന്ന് കയറിയില്ല. നമ്മളാണ് ഫസ്റ്റ് അവിടെ കയറിയത്. സദ്യ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മണ്ഡപത്തിലേക്ക് പോയി. മണ്ഡപത്തിൽ ചെന്നപ്പോൾ ഞങ്ങൾ ശരിക്കും വണ്ടറടിച്ച്. കല്യാണപ്പെണ്ണ് ഞങ്ങൾക്കൊന്ന് മാറിയതായിട്ടൊരു സംശയം. എന്താണ്ട് ഇത് നന്ദനയുടെ ചേട്ടൻ്റെ കല്യാണത്തിന് ഞങ്ങൾ പോയത്. പക്ഷേ നന്ദനയെ കണ്ടപ്പോൾ ഞങ്ങൾ വെച്ച് നന്ദനയുടെ കല്യാണമായിരിക്കുമെന്ന്. സദ്യക്ക് കിട്ടിയ നാരങ്ങയെക്കുറിച്ചായിരുന്നു ഞങ്ങളുടെ പിന്നത്തെ ചർച്ച. വീട്ടിൽ പോയിട്ട് ഇത് ലൈം ഉണ്ടാക്കി കുടിക്കണം, പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്തിട്ട് കുടിച്ചാൽ ക്ഷീണം മാറും, ഇത്രയും കറങ്ങിയതല്ലേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നന്ദനയെ കണ്ടിട്ട് ബൈ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയേ. പെട്ടെന്നായിരുന്നു കല്യാണ വീട്ടിൽ ചെന്ന് സദ്യ കഴിച്ച് അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നിട്ട് തിരിച്ചു വന്നത്. പോകുന്ന വഴിക്ക് നമ്മളൊരു മോരും വെള്ളം കട കണ്ടിട്ടുണ്ടായിരുന്നു. സദ്യ കഴിച്ചതിൻ്റെ ക്ഷീണമായിരിക്കും. വിശ്വത ഭയങ്കര ഉറക്കമായിരുന്നു. അങ്ങനെ വിശ്വതയും കുത്തിപ്പൊക്കി നമ്മൾ മോരും വെള്ളം കുടിക്കാനായിട്ട് ചെന്നു. ഇവർക്കറിയാം എന്തായാലും ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണെന്ന്. അതിൻ്റെ ഷോ ആയി കാണുന്നത് മൊത്തം. പിന്നെ അവർ ഷോ കാണിക്കുമ്പോൾ ഞാനും ഷോ കാണിക്കാതിരിക്കുന്നത് എങ്ങനെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കറ്റാനം കേക്ക് വേൾഡിലാണ്. ഇന്ന് ഹർഷിൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് വാങ്ങിക്കാനായിട്ട് പോയതാണ്. ഞങ്ങളുടെ ഡിസ്കഷനൊക്കെ കണ്ടാൽ തോന്നുന്നു അവിടുത്തെ കേക്കെല്ലാം വാങ്ങിക്കാനാണെന്ന്. വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ ഷോ ഇറക്കുന്നത് അവിടെ നിന്നിട്ട്. നമ്മളവിടെ നിന്ന് കേക്ക് സെലക്ട് ചെയ്ത് അപ്പോൾ അവിടുത്തെ ചേച്ചി നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി 28th വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷം മുമ്പ് ഞാൻ എപ്പോഴും ഈ കേക്ക് വേൾഡിൽ പോകാറുണ്ടായിരുന്നേ. ഇപ്പോൾ സമയമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ പോകാറില്ല. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ഷോപ്പിലോട്ടായിരിക്കുമല്ലോ പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ പിന്നെ ഹർഷിൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഹർഷിൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിശന്ന്. അവിടുത്തെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ആപ്പിളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ പൊതുവേ നമുക്കൊരു സാധനം കഴിക്കാൻ കിട്ടുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർക്കും കൊടുക്കുമല്ലോ. ഞാൻ അങ്ങനെ ഇഷ്ടം കൊണ്ട് കൊടുത്തതൊന്നുമല്ല, കൂടെ വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തയാടെ. പിന്നെ നമ്മുടെ മെയിൻ ചർച്ചാ വിഷയം ആപ്പിൾ കൊണ്ട് എന്തൊക്കെ റെസിപ്പി ഉണ്ടാക്കാമെന്നായിരുന്നേ. അതൊന്നും നടക്കത്തില്ല. അത് കിടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചീസ് എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫുൾ ഫ്രീഡമാണ്. ഈ 100 രൂപയുടെ കൂളിംഗ് ഗ്ലാസ് ആര് വെച്ചാലും ഇത്രയും പവർ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഓരോരുത്തരും മാറി വെച്ചപ്പോഴാണ് അതിൻ്റെ ആ ഒരു പവർ എനിക്ക് മനസ്സിലായത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹർഷിൻ്റെ അമ്മ നമുക്ക് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഉപ്പും പഞ്ചസാര ഈക്വലായിട്ട് ഇട്ടിട്ട് ഓരോ ലൈം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ എങ്ങനെ ഉണ്ടാക്കുന്നത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞൊരു മറുപടി വെച്ചാൽ അത് കൈപ്പുണ്യമുള്ളവരുണ്ടാക്കിയാലേ അത്രയും നല്ല ആവത്തുള്ളതാണ്. ഇതാണ് ഹർഷിൻ്റെ അമ്മ. ഇത് ഹർഷിൻ്റെ അച്ഛനാണ്. ഇവരെയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി. നമ്മൾ അവസാനം ആ സർപ്രൈസ് പൊളിച്ചവർക്ക് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരോട് റെഡിയായി നിൽക്ക്, ഇപ്പം നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് കൊണ്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഹർഷിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് ആ കേക്ക് കട്ട് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. പിന്നെ ഹർഷ് അച്ഛനും അമ്മയ്ക്കും കേക്ക് വായി വെച്ച് കൊടുത്ത്. പിന്നെ അമ്മാമ്മ ഉണ്ടായിരുന്നു, അമ്മാമ്മയ്ക്കും കേക്ക് കൊടുത്തേ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ടേണായിരുന്നേ. അതവിടെ നിന്ന് പോയി. നമ്മളിവിടെ ആഘോഷിക്കുന്നത്
എൻ്റെ ടേൺ കഴിഞ്ഞിട്ട് അടുത്തത് വിശ്രുതയുടെ ടേണാണ്. വിശ്രുതയുടെ കയ്യിലൊരു ഫോൺ ഇരിക്കുന്നുണ്ടോ. ആ ഫോണിൽ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആഷാണേ. ആഷിനെ ഞങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷനിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്. കല്യാണത്തിന് ഈ ഒരു ഫംഗ്ഷന് വരാൻ പറ്റാത്തത് കൊണ്ട് ആൾ ഓൺലൈനിൽ വന്നിട്ടുണ്ടായിരുന്നേ. നന്ദിയുണ്ട് കേട്ടോ, ഞങ്ങൾ വിളിക്കാതെ തന്നെ വലിഞ്ഞു കയറി വന്നതിന് ഭയങ്കര നന്ദിയുണ്ട്. പിന്നെ ഈ കാണുന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ല, ഒരു മങ്കിയുടെ റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ എത്രയേ ഉള്ളൂ. ഇന്നത്തേക്ക് താങ്ക് യു, ബൈ.